ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ടെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരം നമ്മുടെ SRH വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. അപ്പോൾ രണ്ടുപേരും മാറി പറഞ്ഞല്ലേ, അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ ഇതുവരെ കയറിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് കയറി ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിലാണ് നിങ്ങൾക്കുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലൂടെയാണ് തരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. സോ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് കയറി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും ഏകദേശം നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും. എങ്ങനെ ഒരു GL ടീം ഇടണം, എങ്ങനെ ഒരു SL ടീം ഇടണം, ഏകദേശം ഈ ഒരു മാച്ചിനെ പറ്റി നല്ലൊരു ധാരണ കിട്ടുന്നുള്ള കാര്യത്തിൽ ഞാൻ അഷ്യൂർ ചെയ്ത് തരാം. അപ്പോൾ നേരെ നമ്മുടെ മത്സരത്തിലോട്ട് കിടക്കാം. മത്സരം നടക്കുന്നത് മറ്റെപ്പോഴും അല്ല, മാർച്ച് 23 കൃത്യം 3:30 ഇന്ന് 2 മത്സരമുണ്ട്. ചെന്നൈ മുംബൈ ഈവനിങ് ആണ്. സോ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരാണെങ്കിൽ കാണാം. സോ അപ്പോൾ നമ്മുടെ ഈ ഒരു മത്സരത്തിലോട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ മത്സരം നടക്കുന്നത് നമ്മുടെ SRHൻ്റെ ഹോം ഗ്രൗണ്ടാണ്. രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഹൈദരാബാദിലുള്ള ഗ്രൗണ്ട് തന്നെയാണ്. സോ ഈ ഒരു പിച്ച് റിപ്പോർട്ടിനെ പറ്റി പറയുന്ന സമയത്ത് ടോട്ടലി ഏകദേശം 78 മത്സരങ്ങളാണ് കളിച്ചില്ല. ഫസ്റ്റ് ബാറ്റിംഗ് 36 റണ്ണും സെക്കൻഡ് ബാറ്റിംഗ് 42 റണ്ണുമാണ് വിൻ ചെയ്തിട്ടുള്ളത്. ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ. ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിലും എങ്ങനെയാണ് വിൻ ആവും, പക്ഷേ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് സെക്കൻഡ് ബാറ്റിങ്ങിനാണ് എന്നാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആവറേജ് സ്കോറായിട്ട് 163 റൺസാണ് ഏകദേശം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിനപ്പുറം വരാനും ചാൻസ് ഉണ്ട്. ബട്ട് എന്തായാലും ഒരു 150 അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഈ ഒരു പിച്ചിനെ പറ്റി പറയുന്ന സമയത്ത് പക്ക ബാറ്റിംഗ് പാരഡൈസ് ആണ്. കൂടുതലും ബാറ്റിങ്ങിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന, അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ വരുന്ന ഒരു ഗ്രൗണ്ട് കൂടെയാണ്. ഐ തിങ്ക് നമ്മുടെ ക്ലേസനോ സംതിങ് എന്തോ നല്ല ഗൈലിനെക്കാട്ടിലും സ്കോർ അടിച്ച ഈ ഒരു ഗ്രൗണ്ടാണ് തോന്നുന്നു. 275 പ്ലസ് എപ്പോഴോ വന്നൊരു മത്സരം അത് ഈ ഒരു ഗ്രൗണ്ട് തന്നെയാണ്. ഇവർ തന്നെയാണ്. അഭിഷേക് ശർമ്മയും കൂടെ കഴിഞ്ഞൊരു മത്സരം കളിച്ചില്ല, അത് ഈ ഒരു ഗ്രൗണ്ട് തന്നെയാണ്. പക്ക ബാറ്റിംഗ് ഫ്രണ്ട്ലിയാണ്. ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ടീമും അത്യാവശ്യം നല്ല രീതിയിൽ ഐ തിങ്ക് ബാംഗ്ലൂരോ സംതിങ് എന്താ 250 മുകളിലെങ്ങാണ്ടോ അമ്മമാർ അടിച്ചു കയറ്റിയായിരുന്നു. അപ്പം പക്ക ബാറ്റിംഗ് ഫ്രണ്ട്ലി ഗ്രൗണ്ട് തന്നെയാണ്. സോ കൂടുതൽ ഇമ്പോർട്ടൻസ് ബാറ്റ്സ്മാനെ കൊടുത്തുകൊണ്ട് തന്നെ ടീം ഇടാനായിട്ട് ശ്രമിക്കുക. തന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് 5 ഇയേഴ്സിൽ നമ്മുടെ രാജസ്ഥാൻ റോയൽസും തന്നെ അതുപോലെ തന്നെ SRHും തമ്മിൽ കളിച്ച മത്സരങ്ങൾ ഏകദേശം 9 എണ്ണമാണ്. അതിൽ 5 എണ്ണം SRHും 4 എണ്ണം രാജസ്ഥാൻ റോയൽസാണ് ജയിച്ചത്. നമ്മുടെ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റൻ അറിയാമല്ലോ, സഞ്ജു സാംസൺ ആണ്. അതുപോലെ തന്നെ സൺറൈസേഴ്സിലോട്ട് നോക്കുന്ന സമയത്ത് പാറ്റ് കുമ്മിൻസ് ആണെന്നാണ് എൻ്റെ ഒരു ഇത്. ഇവന്മാർ ആഴ്ചയ്ക്ക് ക്യാപ്റ്റന്മാരെ കൊണ്ട് മാറ്റി കളിക്കുന്നുണ്ട്. എന്താണെന്നൊരു പിടിയില്ല. ഐ തിങ്ക് നമുക്ക് ക്യാപ്റ്റൻ ധാരാണ് ഏകദേശം ഒരു അഷുറൻസ് ഒന്നും കിട്ടിയിട്ടില്ല. കൂടുതലും നമ്മുടെ പാറ്റ് കുമ്മിൻസ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബാക്ക് ടു വീഡിയോയിലോട്ട് വരുന്ന സമയത്ത് എക്സ്പെക്റ്റഡ് ലൈൻ, അപ്പോൾ അതായത് നമ്മുടെ SRHലും അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസിലും കളിക്കാൻ ചാൻസ് ഉള്ള 11 പേരെ പറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. SRHലാണെങ്കിൽ നമ്മുടെ ട്രാവിസ് ഹെഡ്, അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ, അതുപോലെ നിതീഷ് റെഡ്ഡി, ദെൻ ഇഷാൻ കിഷൻ, ഹെൻറിസ് ക്ലേസൺ, അഭിനവ് മനോഹർ, ദെൻ വിയാൻ മൾഡർ, ദെൻ അതുപോലെ തന്നെ പാറ്റ് കുമ്മിൻസ്, ഹർഷൽ പട്ടേൽ, രാഹുൽ ചഹാർ, അതുപോലെ തന്നെ മുഹമ്മദ് ഷമി. ഇത്രയും പേരാണ്. SRHലെ പക്ക ബൗളിംഗ് സ്ട്രെങ്ത് ഉള്ള ഒരു ടീമാണ്. എപ്പോൾ നോക്കിയാലും ഇവന്മാരുടെ കയ്യിൽ എപ്പോഴും 4-5 ബൗളേഴ്സ് ഉണ്ടാവും. അത് നല്ല എക്സ്പീരിയൻസ് ആയുള്ള കിടിലൻ ബൗളേഴ്സ് ഈ പ്രാവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് നമ്മുടെ സംപ്രജിത് സിംഗ്, അതുപോലെ തന്നെ അഥർവ ടെയ്ഡ് മറ്റേവൻ കഴിഞ്ഞ മത്സരം എങ്ങാണ്ടോ നല്ല കളി കളിച്ചിട്ടുണ്ടായിരുന്നു സീസണിലെ. പിന്നെ അങ്കിത് വർമ്മ. ഇത്രയും പേരാണ് ഉള്ളത്. ഇമ്പാക്റ്റ് ആയിട്ട് ഇതിൽ ആരെങ്കിലുമൊക്കെ വരും കേട്ടോ അതിൽ. പിന്നെ അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസിൽ നോക്കുന്ന സമയത്ത് സഞ്ജു സാംസൺ, അതുപോലെ തന്നെ ജയ്സ്വാൾ, നിതീഷ് റാണ, റിയാൻ പരാഗ് ക്യാപ്റ്റൻസി ആണെന്നാണ് എൻ്റെ ഒരു ഇത്. ഇതിലിപ്പോൾ ക്യാപ്റ്റൻ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ അങ്ങനെയൊക്കെ കണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് 1-2 മത്സരം കഴിഞ്ഞാൽ ഏകദേശം ഒരു മനസ്സിലാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടീമിലും ക്യാപ്റ്റൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. കോഹ്ലിയൊക്കെ ഉള്ള സമയത്ത് പടുതാരണം എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ പരാഗ്, ദെൻ ധ്രുവ് ജുവൽ, അതുപോലെ തന്നെ ഷിരോൺ ഹിറ്റ്മേർ, ഹാസിറംഗ, അതുപോലെ തന്നെ ജോർഫ ആച്ചർ, അതുപോലെ തന്നെ മഹേഷ് തീക്ഷ്ണ, സന്ദീപ് ശർമ്മ, തുഷാർ ദേശ്പാണ്ഡെ. ഇത്രയും പേരാണ് നമ്മുടെ രാജസ്ഥാൻ സ്ക്വാഡിലുള്ളത്. ഇമ്പാക്ട് പ്ലെയറായിട്ട് ശുഭ്മാൻ ദുബെ അല്ലെങ്കിൽ നമ്മുടെ ആകേഷ് മധുവാള ആരെങ്കിലും വരും കേട്ടോ. അപ്പോൾ പ്രോബബ്ലി 11 നോക്കാം. അപ്പോൾ പ്രോബബ്ലി 11 നോക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന കിഡിലനായിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് തന്നെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് ബാംഗ്ലൂർ തമ്മിലുള്ള മത്സരം നടക്കുന്ന സമയത്ത് നമുക്കിവിടെ ഡ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ഡ്യൂ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പ്ലേയേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണ് അവർ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾ ഒരു 1725 രൂപ കൊടുത്ത് ജോയിൻ ചെയ്ത് തന്നെ നിങ്ങൾക്ക് 3000 രൂപ കിട്ടും. അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഇട്ട് റിസ്ക് ആണെങ്കിൽ അധികം എടുക്കുകയും വേണ്ട.
വേണ്ട. അപ്പോൾ നമ്മുടെ ഓപ്പോണൻറ്റ് ഇവിടെ നമ്മൾ വിരാട് കോഹ്ലിയെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള 4 പേരിൽ ഒരാളെ നമുക്ക് എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വിരാട് കോഹ്ലിയെ വേണമെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഒരു നോക്കിയാൽ മതി. ഫ്രഷ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോൺടെസ്റ്റ് കയറിയിട്ട് നിങ്ങൾക്ക് വിരാട് കോഹ്ലി ഇപ്പോൾ ആരും തരത്തില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വിരാട് കോഹ്ലി എടുത്ത് മുന്നോട്ട് പോവുക. അത് നിങ്ങളുടെ രീതിക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഫീച്ചറുള്ള ഒരു കിഡിലൻ ആപ്പാണ് നമ്മുടെ കുബേര ഫാൻറ്റസി. ഇത് മാത്രമല്ല, നോർമൽ ഡ്രീമിലുള്ള കോൺടെസ്റ്റിനെക്കാട്ടിലും പ്രൈസ് കമ്മിയായിട്ടാണ് ഈ ആപ്ലിക്കേഷനിലുള്ളത്. അത് എല്ലാ കോൺടെസ്റ്റ് ഓരോന്നോരോന്ന് എടുത്ത് പറഞ്ഞു തരാമെന്ന് വയ്യ, ബട്ട് ഡ്രീം ഇലവനെക്കാട്ടിലും പ്രൈസ് കുറവ് തന്നെയാണ്. സോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ കുബേര ഫാൻറ്റസി. ദെൻ നമ്മുടെ ചോയ്സ് 11 ആണെങ്കിലും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടുന്ന ആപ്ലിക്കേഷനാണ്. നമ്മുടെ നിങ്ങൾക്ക് റെഫറൽ ബോണസും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മുടെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ GST ഇല്ല, TDS ഇല്ല, ഒന്നുമില്ല. ഇതിലും കോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കോപ്പ് എന്ന് വെച്ചാൽ മറ്റേ കോപ്പല്ല, ഇതിലും മറ്റേ 4 പ്ലെയേഴ്സ് 5 പ്ലെയേഴ്സ് ഉണ്ടാവും, ഒരാളെ ചൂസ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ പൈസ ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് ആ സംഭവം. അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കാരണം എല്ലാ ആപ്ലിക്കേഷനിലൊന്നും ഇല്ല, അതൊന്ന് ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ മൈ മാസ്റ്റർ 11 എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ ബെറ്റ് വയ്ക്കാൻ പറ്റും. കണ്ടില്ലേ, SRH വേഴ്സസ് ഇതിൽ ആര് വിൻ ചെയ്യും. ഇപ്പോൾ SRH ആണെങ്കിൽ SRHന് ആ പൈസ ഇട്ടിട്ട് നമുക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ നമുക്ക് ഒരു ട്രേഡല്ല, ഒരു 10-20 ട്രേഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. സോ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ മൈ മാസ്റ്റർ 11 എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ്. അതേപോലെ തന്നെ ഫോക്കസ് 11 എന്താ ഇതെന്നൊക്കെ ഞാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. അത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയതാണ്. ഞാൻ ഇങ്ങനെ കളിച്ചപ്പോൾ ഒരു 122 രൂപ ഇട്ട് കളിച്ചപ്പോൾ 410 രൂപ കിട്ടി. ഈ 122 വരെ ഞാൻ 1120 വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 2880 രൂപ കിട്ടിയില്ലേ. സോ അതാണ് വേരിയേഷൻ. നല്ല രീതിയിൽ നല്ലൊരു ടീമും അതുപോലെ നല്ലൊരു ടീം ആവണമെന്നില്ല, അതും ഒരു മെയിൻ സംഭവം കേട്ടോ. നല്ലൊരു ടീം ആവണമെന്നില്ല, ഏകദേശം ഒരു ആവറേജ് ടീമായാൽ കൂടെ നമുക്ക് പൈസ കിട്ടും ഈ ആപ്ലിക്കേഷൻസൊക്കെ. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. നമ്മൾ ഡ്രീമിലാണെങ്കിൽ ആ ഒരു പെർഫെക്റ്റ് ടീം വേണം. ഇത് അങ്ങനെയൊന്നുമില്ല, ഏകദേശം ഒരു തട്ടിക്കൂട്ട് ഏകദേശം ആ ഒരു ലെവൽ എത്തിയാൽ മതി. അപ്പോൾ ഇത് നമ്മുടെ വിഷനിലാണെങ്കിൽ ഡെയിലി ഗീവേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. XL11 ഉണ്ട്, എല്ലാ ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. സ്പോട്ടസ് ആണെങ്കിൽ ലീഡർ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നിങ്ങൾ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് ഒക്കെ ട്രൈ ചെയ്യുക. നമ്മൾ ഡ്രീം ലെവലിൽ പിടിച്ചിരുന്നാൽ ഒരിക്കലും കിട്ടത്തില്ല. ഗ്രാൻഡ് ലീഗ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ അതും കിട്ടത്തില്ല. ബട്ട് ഈ ഒരു ഓഫറൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 49 രൂപ കൊടുത്തതിന് 49 രൂപ തിരിച്ച് കിട്ടില്ല. 49 കിട്ടില്ല, കാരണം GST ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കട്ടപ്പോകാം. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. എന്തായാലും കുറച്ചൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദിൽ പ്രോബബ്ലി കളിക്കാൻ ചാൻസുള്ള ആൾക്കാരുടെ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ട്രാവിസ് ഹെഡൊക്കെ ആണെങ്കിൽ അദ്ദേഹത്തിന് ആവറേജ് എഗെയിൻസ്റ്റ് ആയിട്ട് RROയിലുള്ള ആവറേജ് 46 റൺസാണ് കേട്ടോ. നല്ല രീതിക്ക് പ്ലേ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ഫസ്റ്റ് ഇന്നിങ്സിലാണ് കൂടുതൽ അദ്ദേഹം റൺസ് എടുക്കാറുള്ളത്. ഈ ഒരു പിച്ചിലാണെങ്കിൽ 48 റൺസ് അദ്ദേഹത്തിന് ആവറേജ് സ്കോർ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് പിക്ക് ചെയ്യാമെന്ന് മനസ്സിലായില്ലേ. അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ, ഈ ഒരു പുള്ളിയെ പറ്റി പറയുന്ന സമയത്ത് എഗെയിൻസ്റ്റ് RROയിട്ട് 21 റൺസ് ആവറേജ് ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു പിച്ചിലാണെങ്കിലും അദ്ദേഹത്തിന് 27 റൺസ് ആവറേജ് സ്കോർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഏറ്റവും കൂടുതൽ റൺസ് എടുക്കുന്നത് ഫസ്റ്റ് ഇന്നിങ്സിലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇഷാൻ കിഷനെ പറ്റിയാണ് പറയാനുള്ളത്. ഇഷാൻ കിഷനെ പറ്റി പറയുന്ന സമയത്ത് ഈ ഒരു പിച്ചിൽ ആവറേജ് 28 റൺസാണ്. ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് 26ഉം സെക്കൻഡ് ഇന്നിങ്സ് ആവറേജ് 30ഉമാണ്. അതുപോലെ തന്നെ ഈ ഒരു വെന്യൂവിൽ ഇദ്ദേഹം ബാറ്റ് ചെയ്തിട്ടും ഇല്ല കേട്ടോ. അതുപോലെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡി, പുള്ളിയെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആവറേജ് സ്കോർ ഈ ഒരു വെന്യൂവിൽ 70 റൺസാണ്. കാരണം ഏതൊക്കെ 1-2 മത്സരങ്ങളിലെ ബാറ്റിംഗ് കിട്ടിയുള്ളൂ. ഓക്കെ, അത് 70 റൺസാണ്. ദെൻ അതുപോലെ തന്നെ ഫസ്റ്റ് ഇന്നിങ്സ് ആണ് കൂടുതൽ റൺസ് എടുക്കാറുള്ളത്. 37 റൺസ് ആവറേജ് സ്കോർ ആയിട്ടുണ്ട്. ഹെൻറിക്സ് ക്ലേസനെ പറ്റി പറയുന്ന സമയത്ത് 41 റൺസാണ് എഗെയിൻസ്റ്റ് RROയിട്ട് അദ്ദേഹത്തിൻ്റെ ആവറേജ് സ്കോർ. ഈ ഒരു വെന്യൂവിൽ 62 റൺസ് ആവറേജ് ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഫസ്റ്റ് ഇന്നിങ്സ് ആണ് 45 റൺസ് ആവറേജുമായിട്ട് മുന്നോട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ അൻകിത് ഫെർമ, ഒരു ഡീറ്റെയിൽസും ഇല്ല. അഭിനവ് മനോഹർ, അദ്ദേഹത്തിൻ്റെ ആവറേജ് സ്കോർ എഗെയിൻസ്റ്റ് ആയിട്ട് 23 റൺസാണ്. ഫസ്റ്റ് ഇന്നിങ്സ് ആണ് കൂടുതൽ റൺസ് എടുക്കാറുള്ളത്. അതുപോലെ തന്നെ പാറ്റ് കുമിൻസിനെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം എഗെയിൻസ്റ്റ് ബോൾ ചെയ്ത് 6 ഇന്നിങ്സ് ബോൾ ചെയ്ത് 9 വിക്കറ്റ്സ് എഗെയിൻസ്റ്റ് RRന്റെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്രൗണ്ടിലാണെങ്കിലും 6 ഇന്നിങ്സ് 8 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇന്നിങ്സിലാണ്. സെക്കൻഡ് ഇന്നിങ്സിലാണ് കൂടുതൽ അദ്ദേഹം വിക്കറ്റ് എടുക്കാറുള്ളത്. അതുപോലെ തന്നെ ഹർഷദ് പട്ടേലിനെ പറ്റി പറയുന്ന സമയത്ത് എഗെയിൻസ്റ്റ് ബോൾ ചെയ്ത് 14 ഇന്നിങ്സ് ബോൾ ചെയ്ത് 21 വിക്കറ്റ്സാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഇന്നിങ്സിലാണ് കൂടുതൽ അദ്ദേഹം വിക്കറ്റ്സ് എടുക്കാറുള്ളത്. അതുപോലെ തന്നെ രാഹുൽ ചഹാറിനെ പറ്റിയാണ് പറയാനുള്ളത്. രാഹുൽ ചഹാറിനെ പറ്റി പറയുന്ന സമയത്ത് എഗെയിൻസ്റ്റ് ബോൾ ചെയ്ത് 9 ഇന്നിങ്സ് ബോൾ ചെയ്ത് 10 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ വിക്കറ്റ്സ് എടുക്കാറുള്ളത്
എല്ലാം കണക്ക് തന്നെ, കൂടുതൽ സെക്കൻഡ് ഇന്നിങ്സാണ്. പക്ഷേ പിന്നെ മുഹമ്മദ് ഷമിയാണ്. ഷമിയെ പറ്റി പറയുന്ന സമയത്ത് എഗെയിൻസ്റ്റ് ആയിട്ട് 14 ഇന്നിങ്സ് ബോൾ ചെയ്ത് 19 വിക്കറ്റ് എഗെയിൻസ്റ്റ് RRനെ പൊട്ടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇന്നിങ്സിൽ അദ്ദേഹത്തിൻ്റെ ആവറേജ് ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് എടുക്കാറുള്ളത് ഫസ്റ്റ് ഇന്നിങ്സിലാണ്. ഫസ്റ്റ് ബോൾ ചെയ്യുന്ന സമയത്ത് കൂടുതൽ അദ്ദേഹം വിക്കറ്റ്സ് എടുക്കാറുള്ളത്. പിന്നെ സാംബയാണ്. സാംബയെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു മത്സരം കളിച്ച് വിക്കറ്റ്സ് ഒന്നും എടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് എടുക്കുന്നത് ഫസ്റ്റ് ബോൾ ചെയ്യുന്ന സമയത്താണ്. അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസ് ആണ്. രാജസ്ഥാൻ റോയൽസിലോട്ട് നോക്കുന്ന സമയത്ത് ജയ്സ്വാളാണ്. ജയ്സ്വാളിൻ്റെ ആവറേജ് റൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻസ്റ്റ് SRH ആയിട്ട് 38 റൺസാണ്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹത്തിന് 60 റൺസിന് ആവറേജ് സ്കോറും ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റൺസ് എടുക്കാറുള്ളത് സെക്കൻഡ് ഇന്നിങ്സ് ബാറ്റ് ചെയ്യുന്ന സമയത്താണ്. അതുപോലെ തന്നെ സഞ്ജു സാംസൺ ആണ്. സഞ്ജു സാംസനെ പറ്റി പറയുന്ന സമയത്ത് എഗെയിൻസ്റ്റ് SRH ആയിട്ട് 44 റൺസിൻ്റെ ആവറേജും ഈ ഒരു പിച്ചിൽ 52 റൺസിൻ്റെ ആവറേജും, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഇന്നിങ്സിൽ ആവറേജ് 33 അതുപോലെ തന്നെ നിതീഷ് റാണയെ പറ്റി പറയുന്ന സമയത്ത് എഗെയിൻസ്റ്റ് ആയിട്ട് 34 റൺസ് SRH ആയിട്ട് എഗെയിൻസ്റ്റ് 34 റൺസിൻ്റെ ആവറേജ് ഉണ്ട്. ഫസ്റ്റ് ഇന്നിങ്സിൽ അദ്ദേഹം 25 റൺസും സെക്കൻഡ് ഇന്നിങ്സ് 32 റൺസും കൊടുക്കും. കൂടുതൽ സെക്കൻഡ് ഇന്നിങ്സിലാണ് നല്ല രീതിയിൽ ബാറ്റിംഗ് പെർഫോമൻസ് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന്. ദെൻ റിയാൻ പരാഗാണ്. പരാഗിനെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം എഗെയിൻസ്റ്റ് 29 റൺസിൻ്റെ ആവറേജ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വെന്യൂവിൽ 42 റൺസാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ്. ഏറ്റവും കൂടുതൽ റൺസ് എടുക്കാറുള്ളത് ഫസ്റ്റ് ഇന്നിങ്സ് സെക്കൻഡ് ഇന്നിങ്സ് ഒക്കെ ടാലിയാണ്, ഒരേപോലെയാണ്. ധ്രുവ് ജുവലാണ്. അദ്ദേഹത്തിൻ്റെ ആവറേജ് റൺസ് എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ് ആയിട്ട് 57 റൺസാണ്. കാരണം 1-2 മത്സരങ്ങളെ ബാറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ നല്ല രീതിയിൽ അദ്ദേഹം പെർഫോം ചെയ്തിട്ട് എഗെയിൻസ്റ്റ് SRH ആയിട്ട്. അതുപോലെ തന്നെ അദ്ദേഹം കൂടുതൽ റൺസ് എടുക്കാറുള്ളത് സെക്കൻഡ് ഇന്നിങ്സ് ബാറ്റ് ചെയ്യുന്ന സമയത്താണ്. ദെൻ അതുപോലെ തന്നെ ഷിരോൺ ഹിറ്റ്മെയറിൻ്റെ ആവറേജ് റൺസ് എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ് ആയിട്ട് 30 റൺസാണ്. അതുപോലെ തന്നെ ഈ ഒരു വെന്യൂവിൽ 35 റൺസിൻ്റെ ആവറേജ് സ്കോർ ഉണ്ട്. കൂടുതൽ സെക്കൻഡ് ബാറ്റിംഗ് ചെയ്യുമ്പോഴാണ് അദ്ദേഹം റൺസ് കൂടുതൽ സ്കോർ ചെയ്യാറുള്ളത്. ഹാസിരംഗയെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം എഗെയിൻസ്റ്റ് ആയിട്ട് ബാറ്റ് ചെയ്ത് 8 റൺസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. പക്ഷേ 2 ഇന്നിങ്സ് ബോൾ ചെയ്ത് 5 വിക്കറ്റ് എഗെയിൻസ്റ്റ് SRHൻ്റെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ അദ്ദേഹം വിക്കറ്റ് എടുക്കാറുള്ളത് ഫസ്റ്റ് ബോളിംഗ് ചെയ്യുന്ന സമയത്താണ്. ദെൻ ഷുവാൻ ദുബെയാണ്. ദുബെയെ പറ്റി പറയുന്ന സമയത്ത് 3 മത്സരം അദ്ദേഹം ബാറ്റ് ചെയ്തിട്ട് 33 റൺസാണ് ആകെ ആവറേജ് റൺസായിട്ട് നമ്മുടെ ഇതിലുള്ളത്. ഓക്കെ. ദെൻ ആർച്ചറിനെ പറ്റി പറയുന്ന സമയത്ത് ആർച്ചർ കൂടുതലും ഈ ഒരു പിച്ചിൽ 4 ഇന്നിങ്സ് ബോൾ ചെയ്ത് 6 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇന്നിങ്സിലാണ് അദ്ദേഹം കൂടുതലും വിക്കറ്റ്സ് എടുക്കാറുള്ളത്. ഫസ്റ്റ് ബോൾ ചെയ്യുന്ന സമയത്ത് കൂടുതൽ വിക്കറ്റ്സ് എടുക്കാറുള്ളത്. മഹേഷ് തീക്ഷ്ണയെ പറ്റി പറയുന്ന സമയത്ത് എഗെയിൻസ്റ്റ് ആയിട്ട് 4 ഇന്നിങ്സ് ബോൾ ചെയ്ത് 2 വിക്കറ്റ്സാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ വിക്കറ്റ്സ് എടുക്കാറുള്ളത് സെക്കൻഡ് ഇന്നിങ്സിലാണ് കേട്ടോ അദ്ദേഹം. അതുപോലെ തന്നെ സന്ദീപ് ശർമ്മയെ പറ്റി പറയുന്ന സമയത്ത് എഗെയിൻസ്റ്റ് ആയിട്ട് 11 ഇന്നിങ്സ് ബോൾ ചെയ്ത് 12 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇന്നിങ്സിലാണ് കൂടുതൽ വിക്കറ്റ്സ് അദ്ദേഹം ടേക്ക് ചെയ്യാറുള്ളത് കേട്ടോ ഫസ്റ്റ് ബോൾ ചെയ്യുന്ന സമയത്ത്. ദേശ്പാണ്ഡെയെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം 16 ഇന്നിങ്സ് ബോൾ ചെയ്ത് 17 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുക്കുന്നത് സെക്കൻഡ് ഇന്നിങ്സ് ചെയ്യുമ്പോഴാണ്. എഗെയിൻസ്റ്റ് ആയിട്ട് ബോൾ ചെയ്തിട്ട് 4 ഇന്നിങ്സ് ബോൾ ചെയ്ത് 4 വിക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പറയുന്നത് ടോപ്പ് H2H സ്റ്റാറ്റ്സ് പിക്കായിട്ടുള്ള ആൾക്കാരാണ്. ട്രാവിസ് ഹെഡിനെ പറ്റി പറയുന്ന സമയത്ത് 2 മത്സരം കളിച്ച് അദ്ദേഹത്തിന് ആവറേജ് സ്കോർ 46 അതുപോലെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡി ആകെ 2 മത്സരം കളിച്ചുള്ളൂ. ബാറ്റിംഗ് കിട്ടിയ 1-2 മത്സരമാണ്. അതിലും 81 റൺസ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലേസനെ പറ്റി പറയുമ്പോൾ 41 റൺസാണ് ആവറേജ് സ്കോർ ആയിട്ടുള്ളത്. ഹർഷൽ പട്ടേലാണെങ്കിൽ 12 ഇന്നിങ്സ് ബോൾ ചെയ്ത് 21, ഏകദേശം ഇരട്ടിയുടെ അടുത്ത് എത്താറായിട്ടുണ്ട്. അതുപോലെ തന്നെ ജയ്സ്വാൾ ആണെങ്കിൽ 38 റൺസ് പെർ മാച്ച് ആവറേജ് ആണ് ഈ ഒരു ഗ്രൗണ്ടിൽ. ദെൻ അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിലല്ല അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് ആയിട്ട് സഞ്ജു സാംസണും 44 റൺസിൻ്റെ ആവറേജ് സ്കോർ ഉണ്ട്. അതുപോലെ തന്നെ നിതീഷ് റാണയ്ക്കും എഗെയിൻസ്റ്റ് ആയിട്ട് 34 റൺസിൻ്റെ ആവറേജ് ഉണ്ട്. അതുപോലെ തന്നെ ഹെറ്റ്മെയറിനാണെങ്കിലും എഗെയിൻസ്റ്റ് ആയിട്ട് 30 റൺസിൻ്റെ ആവറേജും. ഹാസിറംഗെ 2 ഇന്നിങ്സ് ബോൾ ചെയ്ത് 5 വിക്കറ്റ്സും എടുത്തിട്ടുണ്ട്. ഈ ഒരു വെന്യൂവിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ആൾക്കാരാണ് ട്രാവിസ് ഹെഡ്, നിതീഷ് കുമാർ റെഡ്ഡി, ഹെൻറിസ് ക്ലേസൻ, ജയ്സ്വാൾ, സഞ്ജു സാംസൺ, റിയാൻ പരാഗ് ഇവരൊക്കെ കേട്ടോ. കാരണം ഇവരുടെയൊക്കെ ആവറേജ് സ്കോർ എന്ന് പറഞ്ഞാൽ എബോവ് 35 ആണ് കേട്ടോ. എല്ലാം നോക്കിയാൽ മനസ്സിലാവും. ട്രാവിസ് ഹെഡിന് 48, നിതീഷ് കുമാർ റെഡ്ഡിക്ക് 70 റൺസ്, അതുപോലെ തന്നെ ക്ലേസന് 62 റൺസ്, ജയ്സ്വാളിന് 60 റൺസ്, സഞ്ജു സാംസൺ 52 വയസ്സ്, റിയാൻ പരാഗിന് 42 വയസ്സ്, ഒക്കെ 40ൻ്റെ മുകളിലാണ് വരുന്നത്. അതുപോലെ തന്നെ മെയിനായിട്ട് കീ പ്ലേയേഴ്സായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ട്രാവിസ് ഹെഡാണ്. പിന്നെ അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, ക്ലേസൻ, മുഹമ്മദ് ഷമിയൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. കീ പ്ലേയേഴ്സ് RRന്ന് നോക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ SRHനാണ്. ഈ RRൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ജയ്സ്വാൾ, സഞ്ജു സാംസൺ, റാണ, റിയാൻ പരാഗ്, ജോഫ്ര ആർച്ചർ, സന്ദീപ് ശർമ്മയൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ക്യാപ്റ്റൻ VC ഓപ്ഷൻ ബെസ്റ്റ് ആയിട്ട് ട്രാവിസ് ഹെഡ് ഉണ്ട്, അഭിഷേക് ശർമ്മയുണ്ട്, അതുപോലെ തന്നെ ക്ലേസൻ ഉണ്ട്, ജയ്സ്വാൾ ഉണ്ട്, ദെൻ സഞ്ജു സാംസൺ ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ അപ്പോഴേ പറഞ്ഞത് ട്രാവിസ് ഹെഡിൻ്റെ കാര്യം കേട്ടോ. ഞാൻ ക്ലേസനെ തോന്നുന്നു പറഞ്ഞു. ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മയില്ല ഓപ്പണിങ്. അപ്പോൾ നമ്മുടെ
ക്യാപ്റ്റൻ വി സി ഓപ്ഷൻ SRH വേഴ്സസ് RR തമ്മിൽ നോക്കുന്ന സമയത്ത് സേഫായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, നിതീഷ് കുമാർ റെഡ്ഡി, ജയ്സ്വാൾ, റിയാൻ പരാഗ്, ഹാസിറങ്കയൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ റിസ്കി ആയിട്ട് ട്രൈ ചെയ്യണമെങ്കിൽ ഇഷാൻ കിഷൻ, ഹെൻറിച്ച് ക്ലേസൻ, പാറ്റ് കുമിൻസ്, ഹർഷൽ പട്ടേൽ, രാഹുൽ ചഹാർ ഇവരൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഡ്രീം 11 ടീം നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ പ്രിവ്യൂസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു തട്ടിക്കൂട്ടല്ല, മാക്സിമം ഒരു നല്ല രീതിയിൽ പ്രഡിക്ഷൻ രീതിയിൽ തന്നെ നമുക്കൊരു ടീം നോക്കാം. 3:30 മത്സരം, മറക്കാണ്ട് 7:30 പറഞ്ഞാൽ വിട്ടു പോകരുത്, 3:30 കേട്ടോ. അപ്പോൾ നമ്മുടെ ടീം ഒന്ന് സെറ്റ് ചെയ്യുന്ന സമയത്ത് സഞ്ജു സാംസൺ, ക്ലേസൻ 2 പേരും മസ്റ്റായിട്ട് വേണം. ട്രാവിസ് ഹെഡ് വേണം, ജയ്സ്വാൾ വേണം, ദെൻ അഭിഷേക് ശർമ്മ, റിയാൻ പരാഗ്, ഹാസിറങ്ക ഈ 3 പേരെ എടുക്കുക. റെഡ്ഡി നിങ്ങളുടെ ഓപ്ഷനാണ്. പാറ്റ് കുമിൻസും മുഹമ്മദ് ഷമി, ദെൻ ആർച്ചർ 3 പേരെ എടുക്കാം. ഹർഷൽ പട്ടേൽ നല്ല രീതിയിൽ ഫോം ആവാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങളുടെ ലാസ്റ്റ് ഓപ്ഷൻ അനുസരിച്ച് സാംബയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും സാംബ എടുക്കാം. ഇപ്പോൾ തൽക്കാലം ഞാൻ കിഷനെയാണ് എടുക്കുന്നത്, കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റിംഗ് പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കാണാനായിട്ട് സാധിക്കും. സോ ഞാൻ വൈസ് ക്യാപ്റ്റൻ നമ്മുടെ മുഹമ്മദ് ഷമിയും, ക്യാപ്റ്റൻസി എല്ലാവരും കൊടുക്കുന്നത് ട്രാവിസ് ഹെഡിന്, ഞാൻ ജയ്സ്വാളിനെ കൊടുക്കുന്നത്. അദ്ദേഹം ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ നല്ല രീതിയിൽ പെർഫോമൻസ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഷുവറാണ്. ടീം നോക്കാം: സാംസൺ, ക്ലേസൻ, ഇഷാന്ത് ശർമ്മ, ട്രാവിസ് ഹെഡ്, ജയ്സ്വാൾ, ഹാസിറങ്ക, നമ്മുടെ അഭിഷേക് ശർമ്മ, അതുപോലെ തന്നെ റിയാൻ പരാഗ്, മുഹമ്മദ് ഷമി, പാറ്റ് കുമിൻസ്, ജോർഫ് ആർച്ച് ഇത്രയും പേരാണ് നമ്മുടെ ടീമിൽ. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോയുടെ ഫൈനൽ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ ഇടും. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടും. പ്രിവ്യൂ വീഡിയോ അല്ല, പ്രിവ്യൂ ടീം. ഓക്കെ, അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഇറക്കേണ്ട. വീഡിയോയിൽ എന്തെങ്കിലും കറക്ഷൻസോ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.